എല്ലാവർക്കും നമ്മളെ കാശ്മീരിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗുൽമർഗിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽസും പറയാം, അവിടുത്തെ കാഴ്ചകളും കാണാം. ഗുൽമർഗിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ അവിടുന്ന് ജഹാംഗീർ നഗറിലേക്ക് ഒരു 200 മീറ്റർ, ഒരു 5 മിനിറ്റ് നടക്കുക. അവിടുന്ന് എന്ത് ചെയ്യും, മാൻഡിയിലേക്കുള്ള ബസ്സും കിട്ടും, ഷെയർ ടാക്സിയും കിട്ടും. ബസ്സിന് 15 രൂപയാണ് ആയത്. ഷെയർ ടാക്സി ആണെങ്കിൽ ഷെയർ ടാക്സി അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ടാവും, അതിന് 20, 25, 30 ഒക്കെ ഉണ്ടാവും ചാർജ്. എന്നിട്ട് അവിടുന്ന് അവിടുന്നുള്ള ബസ്സാണിട്ടത്. മാൻഡിയിൽ നിന്നും ടാൻമാർഗിലേക്കുള്ള ബസ്സാണത്. ടാൻമാർഗിലേക്ക് 50 രൂപയാണ് ഈ ബസ്സിൻ്റെ ചാർജ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്താണ് അതിൻ്റെ ചാർജ്, അതിൻ്റെ സമയം കേട്ടോ. സമയം എടുക്കുക, ഏകദേശം 2 മണിക്കൂറോളം ബസ് എടുക്കും. അവിടുന്ന് ഈ മാൻഡിയിൽ നിന്ന് ബസ് അല്ലെങ്കിൽ അവിടുന്ന് ഷെയർ ടാക്സി കിട്ടുമെന്നാണ് പറഞ്ഞത്. ഈ ടാൻമാർഗിലേക്ക് അതാവുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിലും കുറവൊക്കെ ചിലപ്പോൾ എത്തുമായിരിക്കും. 100 രൂപയാണ് ചാർജ്. പക്ഷേ അതാണ് കേട്ടോ നല്ലത്. ഇത് വെറുതെ സമയം നമ്മൾ കളയാണ്. അപ്പോൾ ബസ് കയറിയിട്ട് ഇപ്പോൾ ബസ്സിൽ കൂടെ ഇവിടെ ഉള്ള ആളുകളാണ് പറഞ്ഞത് പിന്നെ ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ ഈ ടാൻമാർഗിലെത്തിയിട്ട് അവിടുന്ന് ഇനി ബസ്സില്ല, അവിടുന്ന് ഷെയർ ടാക്സി മാത്രമേ ഉള്ളൂ. ആ ഷെയർ ടാക്സി പിടിച്ചിട്ട് വേണം ഗുൽമാർഗിൽ പോകാൻ. അപ്പോൾ ഇങ്ങനെ മാറിയൊക്കെയാണ് എന്തേ ഉള്ളൂ കാശ്മീരിൽ ഓരോ സ്ഥലത്തിലെത്താൻ പറ്റുള്ളൂ കേട്ടോ. ഡയറക്റ്റ് ബസ്സൊന്നും നമുക്ക് എവിടേക്കും കിട്ടൂല. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലാൽ ചൗക്കിൽ നിന്ന് ജഹാംഗീർ ചൗക്കിലേക്ക് നടക്കുക. അവിടുന്ന് ബറ്റമാലു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് അല്ലെങ്കിൽ ഈ റിക്ഷ കിട്ടും. 10 രൂപ ബസ്സിന്, ഒരു 20 രൂപ ഈ റിക്ഷയ്ക്ക്. അവിടുന്ന് ടാൻമാർഗിലേക്ക് ബസ് കിട്ടും. പിന്നെ ടാൻമാർഗിൽ നിന്ന് ഗുൽമാർഗ്, അങ്ങനെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. നമ്മളങ്ങനെ ടാൻമാർഗിലെത്തി. ഹാഫ് വേ അല്ല, 3/4 വേ കംപ്ലീറ്റ് ചെയ്തു. ടാൻമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ആ ടാൻമാർഗ് എന്ന് പറഞ്ഞ ടൗണാണിത്. ഇവിടെ പിന്നെ ഞാൻ ഈ വാഷ്റൂമിലേക്ക് വന്നാണ്. നല്ല വൃത്തിയുള്ള വാഷ്റൂം, 10 രൂപ യൂസ് ചെയ്യാൻ. ഇനി 1 2 10 തന്നെ കേട്ടോ. അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഗുൽമാർഗിലേക്കാണ്. ഈ ഗുൽമാർഗിൽ ഇവിടെയുള്ള ബസ് സ്റ്റാൻഡാണിത്. പിന്നെ ഇതാണ് ഗുൽമാർഗ്. ആ കാണുന്ന മലനിരകൾ, ഈ മലനിരകളില്ലേ, ഇത് ഗുൽമാർഗിൻ്റെ വേറെ ഭാഗമാണ്. ശരിക്കും ഇത് ഈ മലനിരയുടെ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന സ്ഥലമല്ലേ, അതാണ് ഗുൽമാർഗ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ടാൻമാർഗിലെ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഈ വണ്ടികളില്ല, അങ്ങനത്തെ ഷെയർ ടാക്സി ഉണ്ട്, അതിലാണ് നമുക്ക് ഗുൽമാർഗിൽ പോകേണ്ടത്. ഗുൽമർഗിലേക്കുള്ള യാത്ര കേട്ടോ. നല്ല അടിപൊളി സീനറികളായിരുന്നു. വേറെയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മുന്നേക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി വെഹിക്കിളുണ്ട്, അത് ഫോട്ടോ എടുക്കാനും പാടില്ല, അത് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല അവരെ നമ്മൾ മുന്നിൽ. അപ്പോൾ നമ്മൾ ബാക്കിൽ നമുക്ക് കാണാം ഒരുപാട് വണ്ടികൾ ക്യൂവിൽ വരുന്നുണ്ടല്ലോ, ഒക്കെ അങ്ങനെ ക്ഷമിച്ച് വരികയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആർമിയുടെ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള കാഴ്ചകൾ പോയി അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അവരെ അതിൽ പെടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് എടുക്കാൻ പാടില്ല എന്നാണ്. അല്ലാതെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത്, പക്ഷേ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അത് എടുത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ തന്നെ കാണപ്പോണ്ടോ ഓരോ വണ്ടികൾ മുന്നിൽ ഇങ്ങനെ പോകണ്ടില്ല. അങ്ങനെ കുറേ വണ്ടികളുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ അത് ഓവർടേക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടുന്നത് കണ്ട ഈ അടിപൊളി കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ പോവാം. ഗുൽമർഗിൻ്റെ കുന്നിലേക്ക് ഇങ്ങനെ ഏകദേശം മേലേക്ക് എത്താനായിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ അടിയിലുള്ള യാത്ര. 2 സൈഡിലും ഇങ്ങനെ പൈൻ ഫോറസ്റ്റിലെ യാത്ര രസമുണ്ട്, പക്ഷേ മുന്നിലേക്ക് ക്യാമറ തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സൈഡ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതന്നെ നല്ല രസമുണ്ട്. എന്താണ് രസം ആ സൈഡിലെ വണ്ടിയിലെ. അങ്ങനെ നമ്മളുടെ സ്വപ്ന നഗരമായിട്ടുള്ള ഐ ലവ് ഗുൽമാർഗിലെത്തിട്ടോ. ഗുൽമാർഗ് പൊളി സ്ഥലം. ലവൊക്കെ എന്ത് ആകെ ഇടിച്ചു പൊളിച്ചിക്കണ്. ലവിന് മാത്രം ഒരു കോട്ടം പറ്റിക്കണ്, ബാക്കിയുള്ളതിലൊന്നും പ്രശ്നമില്ല. യുവും ചെറുതായിട്ടൊന്ന് വളഞ്ഞുകൊണ്ട് കേട്ടോ. ഏതായാലും ഗുൽമാർഗിലെത്തി നമ്മൾ. ഇനി ഗുൽമാർഗിൻ്റെ വീഡിയോകളാണ്. അമേസിങ് ഗുൽമാർഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് കേട്ടോ നമ്മളെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സീസൺ ആണെന്നുണ്ടെങ്കിൽ
ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ക്യൂ നിന്ന് മുടക്കും. പിന്നെ ചില സമയത്ത് ടിക്കറ്റ് ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ 1 മണിക്കൂർ 1.5 മണിക്കൂറിലെ ക്യൂവിൽ കഴിഞ്ഞ അവസാനം കേബിൾ കെയറിൻ്റെ അടുത്തെത്തിയിട്ടാണ്. ഇവിടെ ആൾക്കാർ കയറുക, അപ്പുറത്ത് ആൾക്കാർ ഇറങ്ങുക. അവിടെ ആൾക്കാർ ഇറങ്ങി അതിൽ അങ്ങോട്ട് പോയതിന് ശേഷം അത് എംപ്റ്റി ആയിട്ട് ഇതിലെങ്ങനെ വരും. ഇവിടുന്ന് ആൾക്കാർ കയറുക. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഞാൻ തിരുത്തുകയാണ്, ഇവിടുന്ന് ഓൺലൈൻ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് കിട്ടില്ല. അപ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് വരിക, അല്ലെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കുമ്പോഴും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ഇതെത്തി. ജമ്മു കാശ്മീരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഗുൽമർഗ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാശ്മീരുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഗുൽമർഗ്. അതിൻ്റെ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ഏറ്റവും പ്രധാന റീസൺ. പൂക്കളുടെ പുൽപ്പുറങ്ങൾ എന്ന അർത്ഥം വരുന്ന മീഡ് ഓഫ് ഫ്ലവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഗുൽമർഗ്. വേനൽക്കാലത്ത് പുഷ്പങ്ങളും പച്ച പുൽ പരവതാനികളും നമുക്കവിടെ കാണാൻ സാധിക്കും. മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടി അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഗുൽമർഗ് നമുക്ക് ഒരുക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ടുള്ള ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡ്, അതായത് കേബിൾ കാർ, അതിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ കേബിൾ കാറിൽ കയറിയിട്ട് അതിൻ്റെ ഗുൽമർഗിൻ്റെ മുകളിലേക്ക് ഉയർന്ന പോയിൻറ്റിലേക്ക് നമുക്ക് പോവാം. അത് ഫേസ് 1ഉം ഫേസ് 2ഉം ഉണ്ട്. നമ്മളിപ്പോൾ ഫേസ് 1ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേസ് 2ൻ്റെ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഫേസ് 2 താൽക്കാലികമായിട്ട് ക്ലോസ് ആണ്. അത് 10 ദിവസത്തെ വർക്ക് എന്തോ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും 3 ദിവസം കഴിഞ്ഞാൽ ഫേസ് 1ഉം ക്ലോസ് ചെയ്യാൻ പോവുക. ഭാഗ്യത്തിന് നമുക്ക് ഫേസ് 1 കയറാനുള്ള ഭാഗ്യം കിട്ടി. ഈ റൈഡിനെ ഗൊണ്ടോള അല്ലെങ്കിൽ കണ്ടോരി എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. 13,400 അടി ഉയരത്തിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. കാശ്മീരിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗുൽമർഗ്. അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യേണ്ട സംഭവമാണ് ഗൊണ്ടോള റൈഡ്. അത് ഫേസ് 1ഉം ഫേസ് 2ഉം അത് ഓപ്പറേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ഏറ്റവും നമ്മൾ ലൈഫ് ലോങ് ഓർക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആയിരിക്കും അത്. ഗൊണ്ടോള റൈഡ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന കേബിൾ കാർ റൈഡുകളിലൊന്നാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ് കേട്ടോ ഈ യാത്ര നമുക്ക് നൽകുന്നത്. ഫേസ് 1 ഫേസ് 2 എന്ന് പറഞ്ഞില്ലേ, ഫേസ് 1 എന്നുള്ളത് ഗുൽമർഗിൻ്റെ ആ ചെറിയ പട്ടണത്തിൽ നിന്നും ഖണ്ടോരി വരെ യാത്ര ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് ഫേസ് 1. 8530 അടി ഉയരത്തിൽ നിന്നും നമ്മൾ 13,400 അടി ഉയരത്തിലേക്ക് ആണ് നമ്മൾ ഫേസ് 1 യാത്ര ചെയ്യുന്നത്. ഈ യാത്ര നമ്മളിപ്പോൾ ഇവിടുത്തെ മഞ്ഞുകാലം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചപ്പാണ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മഞ്ഞുകാലത്താണെങ്കിൽ മഞ്ഞ് നിറഞ്ഞുള്ള അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ 2 കാലഘട്ടത്തിലും ഇതിലൂടെ യാത്ര ചെയ്യണം. ശരിക്ക് ഈ മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിലും വേനൽ കാലഘട്ടത്തിലൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള ട്രക്കിങ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി ഫേസ് 2 13,400 അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലുള്ള ഫർവാത്ത് മല പർവ്വത മുകളിലേക്കാണ് കേട്ടോ അതിൻ്റെ യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വർഷം മുഴുവൻ അവിടെ തണുപ്പും മഞ്ഞുമാണ്. ഏത് വേനൽക്കാലത്തും മഞ്ഞ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച കാണണമെങ്കിൽ മഞ്ഞുകാലത്ത് തന്നെ വരണം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ എല്ലാ സമയത്തും ഒഴുകിയെത്തുന്നുണ്ട്.
ഗൊണ്ടോല റൈഡിൻ്റെ ഗ്ലാസ് എത്രമാത്രം ക്ലീനാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാവും. നമ്മളെ നാട്ടിലെ ടൂറിസം ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വരെ ഇത്ര ക്ലീനേ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ്. മഞ്ഞുകാലത്ത് ഇവിടെ സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. ഈ സമയത്തും ഏത് സമയത്തും കുതിര സവാരി ഇവിടെ അവൈലബിൾ ആണ്. ഗൊണ്ടോല റൈഡിൻ്റെ ഫേസ് 1 ആണെങ്കിലും ഫേസ് 2 ആണെങ്കിലും ഏകദേശം 10 മിനിറ്റ് മാത്രം ദീർഘമുള്ള ഒരു യാത്രയാണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായതുകൊണ്ട് 10 മിനിറ്റ് പോകുന്നത് അറിയില്ല. ഫേസ് 1 ഏകദേശം 800 രൂപയും അതിൻ്റെ സർവീസ് ചാർജും എന്തോ ആയിട്ട് ഒരു 10 രൂപയും അങ്ങനെ 810 രൂപ. ഫേസ് 2 അതുപോലെ 1000 രൂപ അങ്ങനെയാണ് ചാർജ് കേട്ടോ. രാവിലെ 9 മണിക്ക് രാവിലെ ഗുൽമർഗ് സിറ്റിയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഈ റൈഡ് വൈകിട്ട് 5 മണിക്ക് ലാസ്റ്റ് റൈഡ് തിരിച്ച് സിറ്റിയിലേക്ക് ഗുൽമർഗിലേക്ക് മുകളിൽ നിന്നും തിരിച്ചും പോകും. അതിനുള്ളിൽ ആ യാത്ര നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ കയറിയിട്ട് ഇവിടെ എത്തിട്ടോ. നേരത്തെ സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ അത് അതിന് ഇങ്ങോട്ട് സൈഡിലേക്ക് ചാടിയിട്ട് പിന്നെ മെല്ലെയാണ് പോണത്. പിന്നെ മെല്ലെ പോയിട്ട് ആൾക്കാർ കയറി കഴിഞ്ഞ് പിന്നെ കണ്ടോ ബൈക്കടിച്ച് അവിടുത്തെ സ്പീഡൊന്നും പോകും. അവിടെ കണ്ടോ നല്ല വരവ് വന്നു. ഇവിടെ എത്തിയപ്പോൾ സ്പീഡുണ്ടോ ഇത് ഇപ്പുറത്തേക്ക് ചാടിയിട്ട് സ്പീഡ് കുറഞ്ഞു. ഭയങ്കര സംഭവം അല്ലേ, പൊളി സാധനം. ഇവിടെ വേറെ ലൈനാട്ടോ, ഇതിൻ്റെ സ്റ്റേഷനിൽ കറങ്ങാൻ വേറെ ലൈനും അത് കുറച്ച് സ്പീഡുള്ള ലൈനും. ഏതായാലും 1.5 കേട്ടോ. അതായത് 2650 മീറ്ററിൽ നിന്നും 3050 മീറ്ററിലേക്കാണ് പോകുന്നത്. ഇത് ഫേസ് 1 ആണ്. ഇത് ശരിക്കും ഫേസ് 2 ഉണ്ട്, പക്ഷേ അതിപ്പോൾ മെയിൻ്റെനൻസാണ്. ഇതിന് 800 രൂപ ചാർജും 10 രൂപ കൺവീനിയൻസ് ഫീയും അങ്ങനെ 810 ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. പോളി സാധനമാണ്. ഗുൽമർഗിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് കൊണ്ടോരി എന്നല്ല പറയുന്നത്, കൊണ്ടോരിയുടെ കാഴ്ച കാണാം. അതവിടെ ഇരിച്ചാണ് കൊണ്ടോരി ഗുൽമർഗ്. അപ്പോൾ നമ്മൾ ഗുൽമർഗിൻ്റെ ടോപ്പിലെത്തിട്ടോ. ഇതിൻ്റെയും ടോപ്പുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് ക്ലോസ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പോന്നിട്ടുള്ളത് കൊണ്ടോരി ഗുൽമർഗ് 3050 മീറ്റർ ഹൈറ്റിൽ 3 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അടിപൊളി കാഴ്ചകളാണ്. ഇവിടെ ഫുള്ള് പൈൻ ഫോറസ്റ്റും കാര്യങ്ങളും. നമ്മളെ ഗൊണ്ടോല റൈഡ് ഉണ്ടില്ലേ, അതന്നെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസം എന്ന് പറയുമോ. തണുപ്പത്ത് നല്ല ഇളം വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, അതിനേക്കാൾ തണുപ്പുണ്ട്. അതുകൊണ്ട് ചൂട് ഫീൽ ചെയ്യേയില്ല, നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് പോകാൻ അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എത്ര റേറ്റ് അറിയില്ല, ഭയങ്കര റേറ്റാന്ന് തോന്നുന്നു. ഇതിന് തന്നെ കേബിൾ കാറിന് തന്നെ 1110 1210 അങ്ങനെ എന്തോണ് ചാർജ്. പക്ഷെ അത് മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അത് ക്ലോസ് ചെയ്തിട്ടേക്കുക. 10 ദിവസത്തിനോ എന്തോ ക്ലോസ് ചെയ്തിട്ടേക്കുക, ഭാഗ്യമില്ല. ഏതായാലും ഇവിടെ ഇനി എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നോക്കാം നമുക്ക്. ഇത്രയും ഹൈറ്റിക്കാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇപ്പോൾ ഈ 810 രൂപയുടെ ടിക്കറ്റ് പറഞ്ഞാൽ 2 വേ ആണ് കേട്ടോ. 2 വേ ആണ്, അത് 1 വേ അല്ല. ഇനി തിരിച്ച്, അതായത് 4:30 വരെ സമയമുണ്ട്. 4:30-ൻ്റെ ഉള്ളിൽ തിരിച്ച് കയറിയാൽ മതി. 4:30 കഴിഞ്ഞാൽ പിന്നെ നടന്ന് പോകണം. ആ ഫേസ് 2 5 മണി വരെ എന്ന് തോന്നുന്നു. ഫേസ് 1 ആണ് ഏറ്റവും ഇതിന് മുകളിലുള്ളതാണ് 4:30-ക്ക് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ 5 മണിക്ക്. 5 മണിൻ്റെ ഉള്ളിൽ ഇതിൽ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഫുള്ള് നടന്ന് താഴേക്ക് പോകേണ്ടി വരും കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഇതിനുള്ള വ്യൂവും ഒരു രക്ഷയില്ല, പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. ഫേസ് 2 ക്ലോസ് ആണ് കേട്ടോ. ഫേസ് 2 ഇന്ന് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ഒരു 10 ദിവസത്തേക്ക് ക്ലോസ് ചെയ്തിട്ടതാണ്. ഫേസ് 1 നാളെ മുതൽ 3 ദിവസത്തേക്ക് ക്ലോസാണ്. ഏതോ ഭാഗ്യത്തിന് ഇന്ന് വന്ന്, നാളെ ആയിരുന്നെങ്കിൽ അത് പാളിപ്പോയേനെ. ഏതായാലും 1.5 കാഴ്ചയായിരിക്കും. മേലെ അടിപൊളി നല്ല തണുപ്പും അവിടെ ഐസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വർഷം മുഴുവൻ ഐസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫേസ് 2ൻ്റെ മേലെ. ഏതായാലും ഭാഗ്യമല്ല. ഇവിടെയും കുറേ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ചായ കോഫി പിന്നെ അതേമാതിരി അത്യാവശ്യം സ്നാക്സും മറ്റു സംഭവങ്ങളൊക്കെ ഇവിടെ എവിടെയും കിട്ടും. കുതിരകളുണ്ട്. കുതിര ഇതേ ഇവിടുന്ന് കുതിര കയറിയിട്ട് ആ മല ഹില്ലില്ലേ അതെ അവിടെ കാണണം, അതുവരെ പോയിട്ട് തിരിച്ചു വരാൻ 500 രൂപ. അതിനപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തരും, പിന്നെ ഒരു റീലും ഉണ്ടായി തരും. അവരെന്നെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തൊരു റീലും ഉണ്ടായി തരും. അതിന് 200 രൂപ. അങ്ങനെ ഒരു 700 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു കുതിര സവാരി വിത്ത് 1 റീൽ അതും കിട്ടും. Phase 2 വർക്ക് ചെയ്യണില്ല പറഞ്ഞിട്ട് അത് പോണ്. അതിൽ ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നത് ചെക്കിങ് ആയിട്ടായിരിക്കും. വേണമെങ്കിൽ 10 ദിവസത്തിന് ക്ലോസ് ചെയ്തിട്ടാന്ന് പറഞ്ഞത്. അതേ അത് പോണതാ മേലേക്ക്. എന്ത് രസമായിരിക്കില്ല ആ മേലെത്തി കഴിഞ്ഞാൽ. ഭാഗ്യമല്ല, അവിടെ ഫുള്ള് അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്, ഐസും ഉണ്ട് അവിടെ. നട്ടുച്ചക്കാണ്ടാ കോടമഞ്ഞ് മൂടിക്കണ്. ആ പോണ് പൊളി. ചെറിയൊരു റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത കറക്കം. ജെറ്റ് സ്കൈ ആണ്. ആ ഓക്കെ മഞ്ഞിൽ പോകുന്നതാണ്. ഇപ്പോൾ മഞ്ഞില്ല. അപ്പോൾ എന്താ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരിക്കും. വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ ചാർജ് ഉണ്ടാവും. कितना है चार्ज? 130 रुपया. 130. 6 फोटो 1 वीडियो बनेगा. 6 ഫോട്ടോയും ഒരു വീഡിയോ ഉണ്ടായി തരും കേട്ടോ. ഇതുണ്ട്, ഇത് ഫേക്ക് കണ്ടില്ല. ഇത് സാധനം ബാക്കിൽ ഇത് വെച്ചിട്ട് ഉണ്ടായി തരാം. അതിന് 130 രൂപ. നമ്മളെ മൊട്ടക്കുന്ന് കയറി ഇവിടെ വന്നു. ഇവിടെ ഒരുപാട് ഈ റൈഡ് ഇവിടെ വന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ആളുകളുണ്ട്. എന്താണ് വരി അങ്ങോട്ടും നോക്കി നിൽക്കുന്നത്? കുറേ ആൾക്കാർ അങ്ങോട്ടും തൊള്ളി പൊളിച്ച് നോക്കിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നത്. ഓ വാലി, ഗുൽമാർഗ് വാലി. വെറുതല്ല ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റക്ക് ആയിക്കണേ. ഇത് നല്ല സ്റ്റീപ്പായിട്ടാണ് ഇവിടെ നിന്നുള്ള സ്ലോപ്പ്. നല്ല സ്ലോപ്പുണ്ട്. പക്ഷെ നല്ല രസമുള്ള കാഴ്ച കേട്ടോ. കിട്ടിക്കാച്ചി സാധനം. ആളുകളൊക്കെ ഇവിടെ വന്ന് സ്റ്റക്ക് ആയിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. ഇങ്ങോട്ടല്ല ആൾക്കാർ കൂടുതൽ. അടുത്ത ആയക്ക് പോയോക്കല്ലേ? പോയി നോക്കാം. കുതിര ഈ സൈഡിൽ നിന്ന് കണ്ട അവിടത്തൊക്കെ തിന്നാണ്. വെറുതെ അല്ല, ഇവിടെയൊക്കെ ഉള്ള പുല്ല് ഫുള്ള് പോലെ തിന്നാണ്. നോട്ടം, സൈഡിലുള്ള നോട്ടം എനിക്ക് ഇഷ്ടമാണില്ല കേട്ടോ. പേടിപ്പിക്കുകയാണ്. ഞാൻ പേടിച്ച്. കുതിരക്കാര നല്ല കുതിരകൾ. ഓ ഇവിടെ എത്തിയപ്പോൾ കൂടി സ്ട്രൈറ്റാ. ഗുൽമർഗിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.